സോ വെൽക്കം ഓൾ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് മോഡ്യൂളിലുള്ള ഇന്ത്യൻ നാഷണാലിസം, എമർജൻസ് ഓഫ് നാഷണാലിസം എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. എമർജൻസ് ഓഫ് നാഷണാലിസം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പരമാവധി പെട്ടെന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പരമാവധി പെട്ടെന്ന് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും പാർട്ടിൽ എവിടെയെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ, വാട്സാപ്പിൽ ചോദിച്ചാൽ മതി, ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. ഞാൻ അവിടുന്ന് മറുപടി പറയാം. എന്നിട്ട് നിങ്ങൾക്ക് മൊത്തം ക്ലിയർ ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതി. ഐ എം റെഡി ടു എനി എക്സസൈസ്. പിന്നെ മറ്റു ഭാഗം ഇതിന്റെ അത് കൂടാതെയുള്ള മറ്റു ഭാഗം റിഫോമുമായിട്ട് ബന്ധപ്പെട്ടും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു ക്യാൻ റേസ് യുവർ ക്വസ്റ്റ്യൻ ഇൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഈ ഭാഗത്ത് നമ്മൾ എപ്പോഴും സജീവമായിരിക്കാൻ സാധ്യതയില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് പറഞ്ഞിട്ടുള്ളത്. ഹൗ എല്ലാവരും കയറിയിട്ടുണ്ട്, അവൈലബിൾ ആണ്. അപ്പോ പിന്നെ നാഷണാലിസം ആണ്. ഈ നാഷണാലിസം എന്ന് പറഞ്ഞാൽ എന്താന്ന് ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഈ നാഷണാലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേശീയത എന്ന് പറയും. ഇന്ത്യയിൽ എപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഈ ദേശീയത എന്നൊരു സങ്കല്പം, ദേശീയത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാരാണ് എന്നൊരു ബോധം ഉണ്ടായത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. സാധാരണ ഒരു എസ്സേ അല്ലെങ്കിൽ ഒരു ഷോർട്ട് എസ്സേ പാർട്ടിൽ എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പാർട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര മെനക്കെട്ട് ഇറങ്ങിയത്. പിന്നെ മിക്കവാറും ഒരു ചോദ്യം വരാറുണ്ട്, ദേശീയത എന്നൊരു സങ്കല്പം എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നതെന്നുള്ളതാണ്. ദേശീയത ഉയർന്നു വരാത്തൊരു കാലം ഉണ്ടായിരുന്നു എന്നുള്ള. അതായത് എന്നോട് ഒരു 1600-കളിൽ ഒരാൾ വന്നിട്ട് നീ ഏത് നാട്ടുകാരനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഞാൻ കോഴിക്കോട് സാമൂതിരിയുടെ പ്രജയാണെന്ന് പറയും. എറണാകുളത്തുള്ള ഒരാളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചി രാജാവിന്റെ ഒരു പ്രജയാണെന്ന് പറയും. പിന്നെ ഹൈദരാബാദിലാണെങ്കിൽ ഹൈദരാബാദ് നൈസാമിന്റെ പ്രജയാണെന്ന്. ഓരോരുത്തർ ഓരോരോ ഇതായിരുന്നു. ഇന്ത്യക്കാരൻ എന്നൊരു സാധനം ഉണ്ടായിരുന്നു. ഞാനൊരു ഇന്ത്യക്കാരനാണ്. അതിനാണ് ഒരു ജിയോഗ്രഫിക്കൽ ബൗണ്ടറിയിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കാരൻ എന്നൊരു ബോധം ഉയർന്നു വരുന്ന ആ ഒരു സങ്കല്പത്തെയാണ് നമ്മൾ ദേശീയത എന്ന് പറയാം, നാഷണാലിസം എന്ന് പറയും. അപ്പൊ നാഷൻ, ഇന്ത്യ ഒരു നാഷനായി തീർന്നത് എങ്ങനെയാണ്? ഇന്ത്യ ഒരു ദേശരാഷ്ട്രമായി മാറി. അതിനു മുമ്പ് ഭാരതം, ഇന്ത്യ പല പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും അതിന്റെ ഉള്ളിലുള്ള നാട്ടുകാർക്ക് ഈ പ്രദേശത്തെ ഈ ഒരു ഇന്ത്യൻ പെനിൻസുലയെ നമ്മൾ ഇന്ത്യ എന്നൊക്കെ വിളിക്കാറുണ്ടെങ്കിൽ കൂടി നമ്മൾ ഇതിന്റെ ഉള്ളിലുള്ള ജനങ്ങൾ ഇന്ത്യക്കാരൻ എന്ന് അങ്ങനെ എല്ലാവരും ഒന്നും അറിയപ്പെടുന്നുണ്ടായിരുന്നില്ല. ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു ബോധമുണ്ട്, ചില ആൾക്കാർ അങ്ങനെ ഒരു വളരെ വേഗമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്നൊരു ബോധം എങ്ങനെയുണ്ട്. അതാണ് എമർജൻസ് ഓഫ് നാഷണാലിസം, ഇന്ത്യയിലെ ദേശീയതയുടെ വളർച്ച എന്ന് ഭാഗത്തിൽ നമ്മൾ പറയുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിന്റെ ഒരു ചെറിയൊരു സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് നമ്മൾ ആ പരിപാടി മുന്നോട്ട്. സോ എമർജൻസ് ഓഫ് ഇന്ത്യൻ നാഷണാലിസം. So Indian nationalism emerged in various historical, social, political factors. ഇതിന് ചരിത്രപരവും സാമൂഹികവും രാഷ്ട്രീയപരവുമായിട്ടുള്ള വിവിധ കാരണങ്ങൾ ഇന്ത്യൻ ദേശീയത ഉയർന്നു വരുന്നതിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒരുപാട് തരത്തിലുള്ള കാരണങ്ങൾ ഇന്ത്യൻ ദേശീയത വളർന്നു വരുന്നതിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഏതൊക്കെയെന്നുള്ളതാണ് നമ്മൾ ഇവിടെ പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഓരോരോ കാരണങ്ങൾ നമ്മൾ ഇങ്ങനെ ഓടിച്ച് പോവാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ എന്ന ഒരു സങ്കല്പം എങ്ങനെ ഉണ്ടായി എന്ന് ആലോചിക്കുമ്പം ആദ്യം തന്നെ നമുക്ക് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പഠിക്കണം. എന്തായിരുന്നു ഇന്ത്യ എന്നുള്ളത്? ഈ കൊളോണിയൽ കാലഘട്ടത്തിലാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് ഇങ്ങനെ ഒരു ബോധം ഉണ്ടാവുന്നത്. ഇന്ത്യ എന്നൊരു സാധനം ഉണ്ടാകുന്നത് കൊളോണിയൽ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ്. കൊളോണിയൽ പീരീഡിന് മുമ്പ് നമുക്ക് അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരുപാട് ദേശരാഷ്ട്രങ്ങളാണ്. മുഗൾ രാജാവിന്റെ കീഴിലുള്ള കുറെ, സാമ്രാജ്യത്തിന്റെ കീഴിലുള്ള കുറെ സാധനങ്ങൾ, അതുകൂടാതെ കുറെ ദേശരാഷ്ട്രങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് പിന്നെ കൊളോണിയൽ പീരീഡിൽ എത്തുമ്പോൾ, ഈ കൊളോണിയൽ പീരീഡ് 1600-ലാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാവുന്നത്. പിന്നെ അതിനുശേഷം 1757 പ്ലാസി കേട്ടിട്ടുണ്ടാവില്ലേ? നമ്മളെ അവിടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ സാധാരണ ഇങ്ങനെ അല്ലോട്ട് എടുക്കല്, ഞാൻ നിങ്ങളെ കൂട്ടി പറയിപ്പിച്ച് പോലാണ്. സമയമില്ലാത്തതുകൊണ്ടും ഒരു അരമണിക്കൂർ കൊണ്ട് ഇത് തീർക്കാന്നുള്ളതാണ് എനിക്ക് ഉദ്ദേശം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഓൺലൈനിൽ വരാം. എനിക്ക് ഇഷ്ടമാണ് ഓൺലൈനിൽ പഠിപ്പിക്കുക എന്നുള്ളത്. എനിക്ക് മടിയുള്ള പരിപാടിയല്ല. ബട്ട് ഇന്നത്തെ എന്റെ ടാർഗറ്റ് ഇത് ഒരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് എക്സാമിന് വായിക്കാൻ പറ്റുന്ന കോലത്തിലാക്കാറുണ്ട്. അതുകൊണ്ടാണ്. അപ്പം
ഒരു കൊളോണിയൽ 1757 പ്ലാസിക്ക് ശേഷം നമ്മളൊരു കൊളോണിയലിസത്തിലേക്ക് വരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നു. ഇതാണ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ എങ്ങനെയാണ് ആദ്യം തന്നെ നിങ്ങൾ നാഷണാലിസം എന്താന്ന് ചെറുതായിട്ടൊന്ന് പറയാം. ഫസ്റ്റ് തന്നെ നോട്ട് ചെയ്യണേ. ഫസ്റ്റ് തന്നെ വാട്ട് ഈസ് നാഷണാലിസം എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം. നാഷണാലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേശീയത, നമ്മളൊരു രാജ്യക്കാരൻ ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഒരു പരിധിയിൽ രാഷ്ട്രീയമായിട്ട് നമ്മൾ ഒരുമിച്ച് കൊള്ളുന്ന ഒരു വലിയൊരു തിയറിയാണ് കേട്ടോ, ഞാനത് പറയുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായിട്ട് പ്രീ കൊളോണിയലിസത്തിന് മുമ്പുണ്ടായിരുന്ന ഇന്ത്യയിൽ വ്യത്യസ്ത ഭാഗങ്ങളായിട്ട് തിരിഞ്ഞു നിൽക്കുകയായിരുന്നു നമ്മളുണ്ടായിരുന്നത്. കൊളോണിയൽ കാലഘട്ടത്തിൽ സൊസൈറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു. ഈ മാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ദേശീയത ഉയർന്നു വരുന്നത് എന്നാണ് പറയുന്നത്. സോ കൊളോണിയൽ റൂള് എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയത്? ഇതാണ് അടുത്ത മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത്. ഒന്ന് നാഷണാലിസം എന്താന്ന് നിങ്ങൾ എഴുതും. രണ്ടാമതായിട്ട് അതിന്റെ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഒരു ചെറിയൊരു പാരഗ്രാഫ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് എസ് ആണെങ്കിൽ ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാൽ മതി. മൂന്നാമതായിട്ട് ബ്രിട്ടീഷ് കൊളോണിയൽ റൂള് ഇന്ത്യയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രധാനമായിട്ടും വരുത്തിയിട്ടുള്ളത്. ഒന്ന്, ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ പുതിയ ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നു. നമ്മളിപ്പോൾ കാരണത്തിലേക്ക് എത്തിയിട്ടുണ്ടോ, ഒരുപാട് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു. ആമേ ഓഡിബിൾ? ക്ലിയർ ആണല്ലോ അല്ലെ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സ് വന്നിട്ട് യെസ് അടിച്ച വൈ അടിച്ചാൽ മതി. യെസ് ആണെങ്കിൽ വൈ, നോ ആണെങ്കിൽ എൻ. അപ്പൊ നിങ്ങൾ ചാറ്റ് ബോക്സ് യെസ്. ഓക്കെ ഷാന, താങ്ക് യു. ഓക്കെ ഗുഡ്, താങ്ക് യു. ഒന്ന് ഒരു വൈ അടിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾ അവിടെ ഉണ്ടോ നിങ്ങൾക്ക് ഒരു ബോധം വരാനാവും. ഇപ്പൊ ബ്രിട്ടീഷ് കൊളോണിയൽ റൂളില് ഒന്ന് നിയമങ്ങൾ, പുതിയ ഒരുപാട് നിയമങ്ങൾ എല്ലാവർക്കും. ഇപ്പോ നിങ്ങൾക്കറിയോ, പിന്നെ ഭയങ്കര രസമായിരുന്നു നമ്മളെ നാട്ടില്. ഞാനിത് പറയാൻ തുടങ്ങിയ കഥ പോയി പോകും, എന്നാലും പറയാണ്. ഓരോരുത്തർക്കും ഓരോ നിയമം ഉണ്ടായിരുന്നത്. ഇപ്പോ ബ്രാഹ്മണന് ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിലുള്ള നിയമമായിരുന്നില്ല ഒരു താഴ്ന്ന ജാതിക്കാരൻ ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ. ബ്രാഹ്മണർ ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വലിയ കുറ്റമൊന്നും ഉണ്ടാവില്ല. അതേ അവസരത്തിൽ താഴ്ന്ന ജാതിക്കാരനായ ഒരാള് ബ്രാഹ്മണന്റെ മുന്നിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് തല്ലി കൊല്ലാം. ഉപ്പ് എന്ന് താഴ്ന്ന ജാതിക്കാരനായ ഒരാൾ പറഞ്ഞതിന്റെ പേരിൽ താഴ്ന്ന ജാതിപ്പെട്ട 14 വയസ്സുള്ള ഒരു കുട്ടിനെ തല്ലി കൊന്നിട്ടുണ്ട്. നിയമങ്ങൾ ഓരോ രാജ്യത്ത് ഓരോ രാജാവിന് തോന്നുന്ന നിയമങ്ങളാണ്. ഇവിടെയാണ് ബ്രിട്ടീഷുകാരൻ പുതിയ നിയമവ്യവസ്ഥ കൊണ്ടുവന്നു. അതിന് സാധാരണ പ്രധാനമായിട്ടുള്ളത് ഒന്ന്, ഈ അടുത്ത കാലത്താണ് നമ്മൾ അതിന്റെ പേര് മാറ്റിയത്. ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ സിവിൽ കോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ICC, ഇന്ത്യൻ സിവിൽ കോഡ്, ഇന്ത്യൻ സിവിൽ പ്രൊസീജിയർ കോഡ് എന്നൊക്കെ പറഞ്ഞ കുറെ പേരിൽ നിയമം. ഇതെല്ലാവർക്കും സെയിം ആവും. എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നില്ല. രണ്ടാമത്തത്, ബ്രിട്ടീഷുകാരുടെ സമയത്താണ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, സാമ്പത്തികമായ ചൂഷണം ഭയങ്കരമായിട്ട് സംഭവിക്കുന്നത്. നമ്മളെ നാട്ടിലെ ജനങ്ങളുടെ സമ്പത്ത് മുഴുവനും ബ്രിട്ടനിലേക്ക് ഒഴുകി പോകുന്ന തരത്തിലുള്ള വലിയ ചൂഷണം, ഇന്ത്യയിൽ നിന്നുള്ള സമ്പത്ത് ബ്രിട്ടനിലേക്ക് ഫ്ലോ ചെയ്യുന്ന ഒരു പരിപാടി. ബ്രിട്ടനിലേക്ക് വരുന്ന ദശലക്ഷക്കണക്കിന് മില്യൺസ് ആൻഡ് ട്രില്യൺസ് ഇന്ത്യൻ മണി അങ്ങോട്ടേക്ക് ഒഴുകി പോകുന്ന എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നു. മൂന്നാമത്തത് സോഷ്യോ കൾച്ചറൽ ഹെജ് മണി എന്ന് പറയും. സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായി നമ്മളുടെ മേല് ഒരു യൂറോപ്യൻ ആധിപത്യം വരാണ്. അവർ ഭയങ്കര മികച്ചവന്മാരാണ്, അവരും നല്ലവരാണ്, ഇങ്ങനത്തെ ഉള്ള ഒരു ചിന്തയും സാധനമൊക്കെ ഈ ബ്രിട്ടീഷ് കൊളോണിയലിസം വരുത്തി വന്നു. അപ്പൊ നമ്മൾ ഒന്നാമത് എന്താ പറയുന്നത്, നാഷണാലിസം എന്താണെന്ന് പറയും. രണ്ടാമതായിട്ട് എങ്ങനെയാണ് ഇന്ത്യയായി മാറിയത് എന്നുള്ളതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ പറയും. മൂന്നാമതായിട്ട് ബ്രിട്ടീഷുകാരൻ വന്ന സമയത്ത് ഉണ്ടായ പ്രധാനപ്പെട്ട 3 മാറ്റങ്ങൾ. ഒന്ന്, ലോ വന്നു, എക്സ്പ്ലോയിറ്റേഷൻ നടന്നു, അവരുടെ ഒരു ഹെജ് മണി, അവരുടെ ഒരു എല്ലാ മേഖലയും അവരുടെ ഒരു ആധിപത്യം, ഹെജ് മണി എന്ന് പറഞ്ഞാൽ ആധിപത്യം ഉയർന്നു വന്നതും ഈ ഘട്ടത്തിലാണ്. നെക്സ്റ്റ്, സൊസൈറ്റിയിൽ ഈ ബ്രിട്ടീഷ് പോളിസി വരുത്തിയ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും കൂടി നോക്കിയിട്ട് നമ്മൾ നേരെ അടുത്ത ഭാഗത്തേക്ക് പോകാം. കുഞ്ഞേരിയാണ് ഇന്ത്യൻ സൊസൈറ്റിയിൽ ബ്രിട്ടീഷുകാരൻ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ. ഇതൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോയാൽ മതി കേട്ടോ. തന്നെയാണ് നമ്മൾ ആൻസർ പറയാൻ പോകുന്നത്. അതൊരു എക്സാം എഴുതുന്നതിന്റെ ഒരു ടെക്നിക്ക്, എസ്പെഷ്യലി ഹിസ്റ്ററി എക്സാം എഴുതുന്നതിന്റെ ഒരു ടെക്നിക്കാണ്. പറഞ്ഞു തന്നെ വീണ്ടും വേറെ പോലത്തിൽ പറയാന്നുള്ളത്. അപ്പൊ ഇമ്പാക്ട് ഓഫ് ബ്രിട്ടീഷ് പോളിസീസ് ഓൺ ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സൊസൈറ്റിയിൽ ബ്രിട്ടീഷ് നിയമങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. ഒന്നാമതായിട്ട് സോഷ്യോ എക്കണോമിക് ചേഞ്ചസ്. എന്തൊക്കെ മാറ്റങ്ങളാണ് ബ്രിട്ടീഷ് ഭരണം,
ബ്രിട്ടീഷ് പോളിസി എന്ന് കൺഫ്യൂഷൻ ആണെങ്കിൽ ബ്രിട്ടീഷ് ഭരണം എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മളുടെ സൊസൈറ്റിയിൽ വരുത്തിയിട്ടുള്ളത് നോക്കുമ്പം ഒന്ന് സോഷ്യോ എക്കണോമിക് ചേഞ്ചസ്, സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള മാറ്റം. സാമ്പത്തികമായിട്ട് ഒരുപാട് ഗുണം ഉണ്ടായിട്ടുണ്ട്, അതിനേക്കാൾ കൂടുതൽ ദോഷം ഉണ്ടായിട്ടുണ്ട്. സാമൂഹികമായിട്ട് ഇതൊക്കെ നമ്മൾ പറയട്ടോ, ലാൻഡ് ലോസ്, എക്കണോമിക് ഡിസ്പാരിറ്റി, സാമ്പത്തികമായിട്ടുള്ളവൻ ഇല്ലാത്തവൻ, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. ഹെഡിങ് മാത്രം ഓർത്ത് വെക്കുക, സോഷ്യോ എക്കണോമിക് ചേഞ്ചസ് എന്ന്. ബാക്കി നമ്മൾ പിന്നെ പറയാം. രണ്ടാമതായിട്ട് കൾച്ചറൽ ഇറോഷൻ എന്ന് പറയും. കൾച്ചറൽ ഇറോഷൻ എന്ന് പറഞ്ഞാൽ സാംസ്കാരികമായിട്ട് നമ്മളുടെ സംസ്കാരം, നമ്മളുടെ വലിയൊരു പൈതൃകം നമുക്കുണ്ട്, ആ സംസ്കാരത്തിന്റെ മേല് ബ്രിട്ടീഷുകാരന്റെ സംസ്കാരം വന്നു. യൂറോപ്യൻ സംസ്കാരം, പാന്റ് ഇടുക, മോശമാണെന്നൊന്നുമില്ല കേട്ടോ, എല്ലാ സാധനവും കോട്ടിടുക, അവരുടെ ഒരു ഡാൻസ്, ഇംഗ്ലീഷ് ഭാഷ നമ്മളുടെ ഭാഷയുടെ മേൽ കയറുന്നു, അവരുടെ വസ്ത്രം, അവരുടെ എല്ലാ തരത്തിലുള്ള നമ്മളുടെ ഇറോഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സംസ്കാരം ഇല്ലാണ്ടായി പോകട്ടോ. ഇറോഷൻ ഒലിച്ചു, മണ്ണൊലിപ്പ് പറയില്ല, അതാണ് ഇറോഷൻ. മൂന്നാമത്തത് പൊളിറ്റിക്സിലാണ്, പൊളിറ്റിക്കൽ സപ്രഷൻ എന്ന് പറഞ്ഞാല് രാഷ്ട്രീയമായിട്ട് നമ്മളെ അധികാരം അവരുടെ കയ്യിലെത്തി. പറയണ്ടില്ലല്ലോ, അധികാരം. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് കൊളോണിയലിസം. കൊളോണിയലിസം. നാലാമതായിട്ട് പോവർട്ടി ആൻഡ് ഫാമിൻ, കടുത്ത ദാരിദ്ര്യം. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മൾ അനുഭവിച്ചത് വലിയ ദാരിദ്ര്യമാണ്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് എന്ത് പറയും? നാഷണാലിസം എന്താണെന്ന് പറയും. അത് കഴിഞ്ഞാൽ ഒരു ഇൻട്രൊഡക്ഷൻ പറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രിട്ടീഷ് കൊളോണിയൽ റൂള് എങ്ങനെയാണ് നമ്മുടെ നാട്ടില് എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ വർക്കൗട്ട് ചെയ്തത് എന്നുള്ളത് പറയും. അത് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഇമ്പാക്ട്, ബ്രിട്ടീഷ് ഭരണം നമ്മളെ മേലുണ്ടാക്കിയ ഇമ്പാക്ട് എന്താണെന്ന് പറയും. ഓക്കെ, ഇതാണ് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഈ ബ്രിട്ടീഷുകാരെ നമ്മളെ മേല് ഭരിക്കാൻ തുടങ്ങിയതോടുകൂടി നമ്മുടെ നാട്ടിൽ പുതിയൊരു വിഭാഗം ഉയർന്നു വരികയാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഇന്റലക്ച്വൽസ്, ബുദ്ധിജീവികൾ, ലീഡേഴ്സ്, നേതാക്കൾ. രണ്ടും തന്നെ ആയിരിക്കട്ടോ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിള് നമ്മളുടെ ഇടയിൽ ഉണ്ടായി വരികയാണ്. ഈ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനമാകുമ്പോൾ പുതിയ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചു, അഡ്വക്കേറ്റുമാരും ഡോക്ടർമാരായിട്ടും ഒക്കെ ഒരുപാട് ആളുകൾ നമ്മളുടെ ഇടയിൽ തന്നെ ഉണ്ടായിട്ട് അതിൽ നിന്നും ഒരു ഇന്റലക്ച്വൽസ് ഉണ്ടാവുകയാണ്, ലീഡേഴ്സ് ഉണ്ടാക്കുകയാണ്. അങ്ങനെ പുതിയൊരു ലീഡേഴ്സ് നമ്മുടെ നാട്ടിൽ. ഒരു കഥയാണ് കേട്ടോ. അപ്പോൾ ഈ കഥ ഒന്നുകൂടി ഞാൻ ഓർത്തു വെക്കുക, ഒന്നുകൂടി ഞാൻ പറയാണ്. ഒരു കഥയാണ്. ഈ കഥയിൽ പണ്ട് ഇന്ത്യ ഒരുപാട് കുഞ്ഞു രാജ്യങ്ങളായിട്ട് നിൽക്കുകയായിരുന്നു. അവിടുന്ന് ഓരോരുത്തരും ഓരോ രാജ്യക്കാരനായിരുന്നു. ഇതിൽ നിന്നും എങ്ങനെയാണ് നമ്മളൊരു 18-ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും ഒരു ഇന്ത്യയായി ഒരു ദേശീയ ബോധം ഉണ്ടായിരുന്നതാണ്. അതാണ് ദേശീയത എന്നൊരു സാധനം. അത് ഉണ്ടായത് എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആ കഥയാണ് നമ്മൾ പറയുന്നത്. സോ ഇതുവരെ എടുത്തത് ക്ലിയർ ആണോ? യെസ് ആണെങ്കിൽ വൈ, നോ ആണെങ്കിൽ എൻ. ഭയങ്കര ഫാസ്റ്റ് ആണെങ്കിൽ അതും പറയാം. യെസ് ആണെങ്കിൽ വൈ. ആരും യെസ് പറഞ്ഞില്ല? വെയിറ്റിംഗ്. യെസ്, ഓക്കെ. ഇനി നമ്മൾ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. അപ്പൊ നമ്മൾ എന്തായി? നമ്മളെ നാട്ടില് ബ്രിട്ടീഷുകാരൻ വന്നു, നമ്മളെ ഇതാക്കി. കൂട്ടത്തിൽ അവർ വിദ്യാഭ്യാസം മറ്റും കൊണ്ടുവന്നു. അപ്പൊ നമ്മള് എന്ത് ചെയ്തു? നമ്മളെ ഇടയിൽ നിന്ന് കുറച്ച് വിദ്യാസമ്പന്നരായ ആളുകൾ ഉണ്ടാവുന്നു. അങ്ങനെയാണ് ഇനി വാട്ട് were the causes for the emergence of nationalism? ഇവിടെയാണ് നമ്മളെ കഥ ആരംഭിക്കുന്നത്. ഇപ്പോൾ കോസസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. മൗസ് കൊണ്ട് വരക്കുന്ന ഇത്രയൊക്കെ കയ്യശ്വരം നന്നാവൂലേ? ആദ്യം പറഞ്ഞ ഇയാൾ എന്തിട്ട് കയ്യശ്വരം ചോദിക്കുന്നത്. അപ്പോ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് നമ്മൾ കോസസിനെ മൊത്തത്തിൽ ഒരു 3 പാർട്ടാക്കി തിരിച്ചാണ്. എന്തൊക്കെയാണ്, എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇത് കാരണം നമ്മളെ ഇന്ത്യയിൽ ദേശീയത, നാഷണാലിസം ഉയരാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. സോ നമ്പർ 1 സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ്. ഇതാണ് ഒന്നാമത്തത്. ക്ലിയർ അല്ലേ? ഇതാണ് തുടങ്ങുന്നത്.
സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഇതേ സാധനം ഞാൻ PDF ആക്കിയിട്ട് ഇട്ട് തരുന്നുണ്ട്. ഇതേ സാധനം ഞാൻ നോട്ട് PDF സെയിം സാധനം തരും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും മിസ്സായി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിർത്തുകയും ചെയ്യാം. സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ടു ഇന്ത്യൻ നാഷണലിസം. നമ്മളെ സാമൂഹിക സാംസ്കാരികമായ കാരണങ്ങൾ. ഒന്ന്, കൾച്ചറൽ ഐഡന്റിറ്റി. കൾച്ചറൽ ഐഡന്റിറ്റി നമ്മളുടെ ഒരു സ്വത്വബോധം എന്ന് പറയും. കൾച്ചറൽ ഐഡന്റിറ്റി, സാംസ്കാരിക ബോധം. നമ്മളുടെ സംസ്കാരത്തെ കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാവുക. ഈ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് നമ്മളെ ചോദ്യം ചെയ്യുമ്പോഴല്ലോ നമ്മളെ കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാവുമല്ലോ. അപ്പൊ യൂറോപ്യൻസ് വന്ന് പല ആൾക്കാർ വന്ന് അവരുടെ ഭാഷയും അവരുടെ വസ്ത്രവും അവരുടെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ തുടങ്ങിയതോടുകൂടി നമ്മളിടയിൽ നമ്മളെ കുറിച്ചൊരു ബോധം ഉണ്ടാവുന്നു. ഒരു സ്വത്വബോധം എന്ന് പറയും, ഒരു ഐഡന്റിറ്റി. അതാണ് ഒരു കാരണം. നമ്മള് അത്ര മോശക്കാരാണോ? ചില ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി. അല്ലല്ലോ, നമുക്കും ഒരു പാരമ്പര്യമുണ്ട്. അപ്പൊ നമ്മളെ പാരമ്പര്യത്തെ കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാവുന്നത് ഇവിടെ. നമ്മൾ ഒരു നാട്ടുകാരാണ്. നമ്മളെ ഭരിച്ചിരുന്നത് ഒരു രാജാവായിരുന്നു. ഇങ്ങനെയുള്ള ഒരു ബോധം ഉണ്ടാവുന്നു. കിട്ടാത്ത ചെറിയ 1-2 പോയിന്റൊക്കെ ഉണ്ടെങ്കിൽ മിസ്സാക്കി വേണ്ടിട്ടോ, കുഴപ്പമില്ല. കാരണം ഇഷ്ടം പോലെയാണ്. കഴിഞ്ഞ വർഷം പറഞ്ഞതിനേക്കാൾ ഒരു ഇരട്ടി പോയിന്റ് പ്രാവശ്യം പറയുന്നത്. ഇത്രയൊന്നും ആവശ്യമില്ല. രണ്ടാമത്തത് റിലീജിയസ് യൂണിറ്റി, മതപരമായ ഐക്യപ്പെടൽ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാവരും ഒരു ഐക്യപ്പെടൽ ഉണ്ടാവുന്നു. മൂന്നാമത്തത് നമ്മൾ ഇതുവരെ പറഞ്ഞ സോഷ്യൽ റിഫോം മൂവ്മെന്റുകൾ. രാജാറാം മോഹൻ റോയ്, സ്വാമി വിവേകാനന്ദൻ പോലുള്ള ആളുകൾ, അതുപോലെ തന്നെ കാസ്റ്റിനെതിരെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ, ഇത്തരം ആളുകളുടെ ഈ റിഫോം മൂവ്മെന്റുകൾ ഇന്ത്യയിൽ അവര് മൊത്തം ആൾക്കാരോട് സംസാരിക്കാണല്ലോ. രാജാറാം മോഹൻ റോയ്, വിവേകാനന്ദൻ, ഇവരൊക്കെ വിവേകാനന്ദൻ ഇന്ത്യ മുഴുവൻ നടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സാധനം നമുക്ക് എങ്ങനെയാണ് നമ്മൾ അതായത് ബംഗാളിയും മദ്രാശിയും കേരളക്കാരനും മുംബൈക്കാരനും എങ്ങനെയാണ് ഇന്ത്യക്കാരൻ എന്നുള്ളൊരു ബോധം ഉണ്ടായി എന്ന് ചോദിക്കുന്നത്. അതിന്റെ ഒരു കാരണമാണ് സോഷ്യൽ റിഫോം മൂവ്മെന്റുകൾ. റിഫോം മൂവ്മെന്റുകൾ അവർ പത്രങ്ങൾ ഇറക്കിക്കൊണ്ട് പരസ്പരം സംസാരിച്ചുകൊണ്ട് മീറ്റിംഗ് വിളിച്ചുകൊണ്ട് ഒരു ഐക്യപ്പെടലിന് ഒരു സാധ്യത ഉണ്ടാക്കി. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് മറന്നു വരുന്നത്, ദാറ്റ് ഈസ് എഡ്യൂക്കേഷൻ. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, എസ്പെഷ്യലി ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ തന്നെ നോട്ട് ചെയ്യണേ. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചു. ഞാൻ മലയാളം പഠിക്കുന്നു, പിന്നെ ഇപ്പോൾ ഷഹാന ഉറുദു സംസാരിക്കുന്നു, ആയിഷ നസ്നീൻ തമിഴ് സംസാരിക്കുന്നു, അവർ തമിഴ് പഠിക്കുന്നു. നമ്മൾ പിന്നെ ഇതിലുള്ള 15 ആൾക്കാരും 15 വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന അത് പഠിക്കുന്ന ആളുകളാണ്. നമുക്ക് സ്വാഭാവികമായിട്ട് മലയാളം സംസാരിക്കുന്നത് ഞാനും ഉണ്ടാവും, ചിലപ്പോ റീനിഷ ഉണ്ടാവും, നോറി ഉണ്ടാവും. ഞങ്ങൾ 3 ആൾക്കാർ മലയാളം സംസാരിക്കുന്നു. നമ്മളൊരു ഐക്യപ്പെടലുണ്ടാവും. അതേ അവസരത്തിൽ സ്കൂളൊക്കെ അതേ പഠിപ്പിക്കുന്നു, നമുക്ക് വേറെ ഭാഷ അറിയില്ലെന്ന് ശേഷം അതേ അവസരത്തിൽ നമ്മളെല്ലാവരും നമ്മളെ ക്ലാസ്സുകളിൽ 60 ആൾക്കാരും ഇംഗ്ലീഷ് സംസാരിക്കുകയും ഇംഗ്ലീഷ് പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഐക്യപ്പെടാൻ സുഖമാണ്. പരസ്പരം പ്രശ്നങ്ങൾ പറയാം, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പൊ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ ഇന്റലക്ച്വൽ, ഇവിടെ നിന്നുണ്ടായിട്ടുള്ള ബോധം, ഈ ലോകത്തെ കുറിച്ചുള്ള അറിവ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നിക്കാനുള്ള കാരണം, ഇന്ത്യക്കാർ ഒന്നിക്കാനുള്ള കാരണങ്ങളിലൊന്ന് എഡ്യൂക്കേഷൻ ആണ്. എസ്പെഷ്യലി ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ ആൻഡ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. അവിടെയാണ് ഈ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് ഒരു മിഡിൽ ക്ലാസ് കമ്മ്യൂണിറ്റി ഉണ്ടാകുന്നത്, ഒരു മധ്യവർഗ വിഭാഗം. ഈ മിഡിൽ ക്ലാസ് കമ്മ്യൂണിറ്റി ടീച്ചേഴ്സ്, അഡ്വക്കേറ്റ്, ഓഫീസിലെ ക്ലർക്കുമാര്, ഓഫീസർമാര്, ഇങ്ങനൊരു ശമ്പളം പറ്റുന്ന ഒരു വിഭാഗം ഉണ്ടാവും. ഈ ശമ്പളം സ്ഥിരമായിട്ട് കിട്ടുന്ന ഗവൺമെന്റ് ജോലിക്കാരായ ആളുകൾ ഉണ്ടായുള്ള സുഖം തരും. അവരിങ്ങനെ കുറച്ച് ഫ്രീ ടൈം ഒക്കെ കിട്ടും, അവർ ജോയിൻ ചെയ്യും, അവർ മീറ്റിങ്ങുകൾ കൂടും, അങ്ങനെ അവർ എഴുതാൻ തുടങ്ങും, അവർ കവിത എഴുതും. ഈ കമ്മ്യൂണിറ്റി എപ്പോഴും സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയ മിഡിൽ ക്ലാസ്സാണ്. ഏറ്റവും പിന്നെ എന്താ പറയുക, സാധാരണക്കാരനായ ജോലിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ നാളെ എഴുതാ പണി കിട്ടുക എന്നുള്ളതായിരിക്കും അവരുടെ ആലോചന ഉണ്ടാവുക. മറ്റന്നാള് ഈ മാസത്തെ പൈസ എങ്ങനെ ആക്കുന്നില്ല, മറ്റൊന്ന് ശമ്പളം കിട്ടുമല്ലോ. ഏറ്റവും വലിയ പൈസക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സുഖമായിട്ട് ജീവിച്ചു പോകുന്നില്ല. ഇതിന്റെ നടുവിൽ നിൽക്കുന്ന പ്രശ്നങ്ങളുണ്ട്, സമയവുമുണ്ട്. ഇങ്ങനത്തെ ആൾക്കാരാണ് സമൂഹത്തിൽ എന്താ പറയാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക. അപ്പോൾ ഈ മിഡിൽ ക്ലാസ് ഉണ്ടാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതും എഡ്യൂക്കേഷനാണ്.
Next one, this is important. This is very important. Next one, print culture. This is also very important. ഈ രണ്ട് സാധനം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിന്റ് കൾച്ചർ. പ്രിന്റ് കൾച്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ്. പ്രിന്റ് കൾച്ചർ എന്ന് പറഞ്ഞാൽ പത്രങ്ങളുടെ വേണം. ഇന്ത്യയിൽ ആദ്യത്തെ പത്രത്തിന്റെ പേരെന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇന്ത്യയിൽ ആദ്യത്തെ പത്രം അല്ലെങ്കിൽ മലയാളത്തിൽ ആദ്യത്തെ പത്രം ആരെങ്കിലും ടൈപ്പ് ചെയ്താൽ മതിയാ. ആർക്കെങ്കിലും കൂടാൻ പറ്റുമെങ്കിൽ കൂടി. രാജ്യസമാചാരം, ബംഗാൾ ഗസറ്റ്, ഇങ്ങനെ കുറേ പത്രങ്ങളുണ്ട്. പിന്നീട് നമ്മുടെ നാട്ടിൽ മലയാള മനോരമ, ഇങ്ങനെ പത്രങ്ങൾ ഇറങ്ങുന്നു. പത്രങ്ങൾ ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് അത് ദേശീയത ഉണ്ടാക്കുക? പത്രങ്ങൾ ഇറങ്ങുമ്പം പരസ്പരമുള്ള പ്രശ്നങ്ങൾ, അല്ലെ, ഇവിടുത്തെ പ്രയാസങ്ങൾ, ഇവിടുത്തെ മൂവ്മെന്റുകൾ, പല ഭാഗത്ത് ഇന്ത്യയുടെ പല ഭാഗത്തുള്ള മൂവ്മെന്റുകൾ, ഈ സംഭവങ്ങൾ മുഴുവനും ഇങ്ങനെ എത്തുമല്ലോ, ഓരോരുത്തരിലേക്ക് എത്തുമല്ലോ, എല്ലാവരിലേക്കും വിവരെത്തിക്കാൻ പറ്റും. സോ പ്രിന്റ് മീഡിയ തുടങ്ങിയത്, അതുവരെ കൈകൊണ്ട് എഴുതി പോലെ പ്രിന്റ് മീഡിയ തുടങ്ങിയതോടുകൂടി ഒരുപാട് മാഗസിനുകളും ന്യൂസ് പേപ്പറുകളും നോവലുകളും കവിതകളും ഇറങ്ങുകയും ഇത് ഡിസെമിനേഷൻ ഓഫ് ഐഡിയാസ്, വിവരങ്ങളുടെയും ഗ്രിവൻസസ്, വിഷമങ്ങളുടെയും എല്ലാ കാര്യങ്ങളും പരസ്പരം നാട്ടിൽ അറിയിക്കാൻ പത്രങ്ങൾ സഹായിച്ചു. അതാണ് പത്രങ്ങളുടെ ഒരു ഗുണം. നെക്സ്റ്റ്, ഹിസ്റ്റോറിക്കൽ പ്രൈഡ്. ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഹിസ്റ്റോറിക്കൽ പ്രൈഡ്, ചരിത്രബോധം. നമ്മൾക്ക് വലിയ ചരിത്രബോധമൊന്നും ഇല്ലാത്ത ആൾക്കാരായിരുന്നു. ഈ ചരിത്രബോധമൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ബ്രിട്ടീഷുകാരൻ തന്നെയാണ് വന്നിട്ട് നമുക്ക് കുറച്ചൊക്കെ ചരിത്രം ആദ്യം എത്തുന്നത്. ജെയിംസ് മിൽ, ഇവിടെ ഒരാളെ പേര് കൊടുത്തേക്കണേ, ജെയിംസ് മിൽ, ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. ജെയിംസ് മില്ലിന്റെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ അദ്ദേഹം എഴുതാണ്. പിന്നീട് ഇന്ത്യന്റെ ചരിത്രം ഒരുപാട് യൂറോപ്യൻസ് വന്നിട്ട് WH ഹണ്ടർ പോലുള്ള ഒരുപാട് ആൾക്കാർ ഇന്ത്യ ചരിത്രം എഴുതുന്നു. അതിന്റെ തുടർന്നുകൊണ്ട് ഇന്ത്യയിൽ നിന്നും ഒരുപാട് ആൾക്കാർ ഇന്ത്യ ചരിത്രം എഴുതുന്നു. അങ്ങനെ ചരിത്രം സംസാരിക്കാൻ തുടങ്ങുന്നതോടുകൂടി എന്ത് ചെയ്യുന്നല്ലോ, മനുഷ്യന്മാർക്ക് ഒരു ഇസ്സത്ത് ഉണ്ടാകുമല്ലോ. അറബിയിൽ നമ്മൾ കുഴപ്പമില്ലല്ലോ, ദാറ്റ് ഈസ് വാട്ട് ഈസ് അവർ ഗ്ലോറിയൽ പാസ്റ്റ്. നമ്മുടെ ഒരു വലിയൊരു ഗ്ലോറിയസ് പാസ്റ്റിനെ കുറിച്ച് ഒരു ബോധം, ഒരു അത്ഭുതം, ഒരു അഭിമാന ബോധം ഉണ്ടാവും. അപ്പം ബ്രിട്ടീഷുകാരിലെന്തോ ഭയങ്കര സംഭവമാണ്, നമുക്ക് ഒരു ചരിത്രവും ഇല്ലാത്ത ആളുകളാണെന്നുള്ളതിൽ നിന്ന് നമുക്കൊരു ചരിത്രബോധം ഉണ്ടാവും. ഈ ചരിത്രബോധം എന്തുണ്ടാക്കും? തുടർന്നെന്ന് പറയാൻ കഴിയും. നിങ്ങളൊരാളെടുത്ത് വന്നിട്ട് ഇപ്പം ഉദാഹരണത്തിന് ലെറ്റ് മീ ഗിവ് എ ബെസ്റ്റ് എക്സാമ്പിൾ. നിങ്ങളോട് ഈ ഒരു കൂട്ടർ വന്നിട്ട് പറയാണ്, നിങ്ങൾ ഇന്ത്യക്കാരല്ല, നിങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല, നിങ്ങളെ വാപ്പാരൊന്നും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നില്ല, നിങ്ങളൊക്കെ എവിടുന്നോ വന്നവരാണ്, നിങ്ങളെ ഇരുന്നുകാരുടെ നിന്ന് വാങ്ങിയതാണ്, അതുകൊണ്ട് നിങ്ങൾ നാളെ പോകണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചരിത്രബോധം ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ലല്ലോ, എന്തിനാപ്പൊ നമ്മൾ എവിടുന്നോ വന്നല്ലേ, എന്നാ പിന്നെ പോകുന്നില്ലെങ്കിലും സൈഡായി കൊടുക്കും, അവരോട് തല്ലിടാൻ പോണ്ട, ഈ ഒരു സാധനം ഉണ്ടാവും. നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് പോകണം, നിങ്ങളെ പൗരത്വം തെളിയിക്കണം. ഒരു ടീം വന്നിട്ട് പറയാം, നിങ്ങളെ പൗരത്വം തെളിയിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ചരിത്രത്തെ കുറിച്ച് നല്ല ബോധം ഉണ്ടെങ്കിൽ, നമ്മളെ പിതാവാണ് ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത്, നമ്മളെ നാട്ടുകാരാണ് 1921 സമരം നടത്തിയത്, ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് നമ്മളിവിടുന്ന് വന്നല്ല, ഇവിടുത്തെ മക്കളാണ് നമ്മളിവിടെ. ഈ ബോധം വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ചരിത്രം ഉണ്ടെങ്കിൽ ആരെങ്കിലും വന്നിട്ട് ആധാർ കാർഡ് കാണിക്കുന്ന ഈ നാട്ടുകാരനാണോ നോക്കട്ടെ, ചിലപ്പോൾ പോടാന്ന് പറയും, സൗകര്യമില്ല അറിയും. ഈ സൗകര്യമില്ല എന്ന് പറയാൻ തോന്നുന്നെങ്കിൽ ചരിത്രബോധം വേണം. എന്നോടാണ് നിങ്ങൾ ചരിത്രം പഠിക്കുന്നത്. അപ്പൊ ഈ ചരിത്രബോധം ഉണ്ടാകുന്നു, ചരിത്ര പഠനത്തോടുകൂടി ചരിത്രബോധം ഉണ്ടായി എന്നുള്ളതാണ് മറ്റൊരു. ദാറ്റ് ഈസ് അനദർ തിങ്. ആൻഡ് നെക്സ്റ്റ് വൺ, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. കവിതകളും നോവലുകളും. ഇതിൽ ഒരു നോവലിന്റെ പേര് ഞാൻ പറയാം, ദാറ്റ് ഈസ് ആനന്ദമഠ്. എഴുതിയേക്കണേ, ആനന്ദമഠം എഴുതിയതാരാ? നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാം, ആരെങ്കിലും ഇവരുള്ള ക്ലാസ്സിൽ നോക്കട്ടെ. ആനന്ദമഠം വന്ദേ മാതരം എന്നുള്ള പാട്ടൊക്കെ അതിനുള്ള വന്നത്. ഈ ആനന്ദമഠം പോലുള്ള ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് നോവലുകളും കവിതകളും ഒക്കെ വന്നപ്പോഴാണ് നമ്മളെന്താണെന്ന് ഒരു പാട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഇതാക്കില്ല. ലിറ്ററേച്ചർ. 8th one, സോഷ്യൽ നെറ്റ്വർക്കിംഗ്, കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ്. പരസ്പരമുള്ള ബന്ധപ്പെടൽ. ഇതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടതെന്നുള്ള ഇതിൽ വന്നൊരു സാധനമാണ് ടെക്നോളജിയുടെ വളർച്ച.
ഈ ടെലിഗ്രാഫ്, കമ്പി എന്നുള്ള സാധനം, അതുപോലെ തന്നെ പോസ്റ്റൽ സിസ്റ്റം വന്നപ്പം റെയിൽവേന്റെ വരവ്, റോഡുകളുടെ വരവ്, പാലങ്ങള്, പത്രങ്ങൾ, ഇങ്ങനെ പല രീതിയിലൂടെ മനുഷ്യന്മാർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് മറ്റൊന്ന്. ആൻഡ് ഷെയർഡ് എക്സ്പീരിയൻസ് ആൻഡ് ഓപ്പറേഷൻ. ഇതിലൂടെ പരസ്പരം പരിചയപ്പെടുന്നത്, പരസ്പരം ഒരു കേരളക്കാരനും അല്ലെങ്കിൽ ഒരു മലബാറുകാരനും ഒരു തമിഴനും ഒരു ബംഗാളിയും എവിടെയെങ്കിലും ഡൽഹിയിൽ വെച്ചിട്ട് ഒരുമിച്ച് കൂടുകയാണെങ്കിൽ മലയാളി പറയുന്നു ഭയങ്കര ദുരിതമാണ്, സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്, പണ്ട് നല്ല രാജ്യമായിരുന്നു, നല്ല സുഖമായിരുന്നു എന്ന് പറയുമ്പോൾ അവനും പറയും ഞങ്ങൾക്കും അങ്ങനെ തന്നെയുള്ളൂ. അപ്പൊ മറ്റവനും പറയും ശരിയാ, ഞങ്ങളുടെ നാട്ടിൽ തൊഴിലില്ല, ഭയങ്കര പട്ടിണിയാണ്. ഇതാണ് ഷെയർഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. എല്ലാവരും ഷെയർ ചെയ്യാൻ തുടങ്ങി അവരുടെ. അപ്പം അവരൊരുമിച്ച് കൂടിയിട്ട് കളിക്കുന്ന പിന്നെ നമുക്കല്ല എന്തതിന്റെ കാരണം? നിങ്ങളുടെ നാടാര ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്, ഞങ്ങളുടെ നാടാര ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്, അവന്റെ നാടാര ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്, അവനാണ് പ്രശ്നക്കാരൻ. അപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ദേശീയ ബോധം ഉയർന്നു വരുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചതാണ് ഈ സങ്കടങ്ങൾ പരസ്പരം കൈമാറുക എന്നുള്ളത്. ദെൻ ഇൻഫ്ലുവൻസ് ഓഫ് നാഷണൽ ലീഡേഴ്സ്, ദേശീയ നേതാക്കളുടെ ഇടപെടലുകൾ. ഇത്രയും കാര്യങ്ങളാണ് എന്തിലേക്ക് നയിച്ചത്? നമ്മുടെ നാട്ടിലെ ദേശീയ ബോധം ഉണ്ടാക്കുന്നതിൽ നയിച്ച പ്രധാനപ്പെട്ട ഒരു പാർട്ട്. ഇത് ക്ലിയർ അല്ലേ? യെസ് ആണെങ്കിൽ യെസ്, നോ ആണെങ്കിൽ നോ. ഇനി ഒരു ഒറ്റ സ്ലൈഡ് കൂടി തീരാൻ പോവാണ്. അരമണിക്കൂർ കൊണ്ട് തീർക്കണം എന്ന് വിചാരിച്ചത് ചിലപ്പോൾ ഒരു 10 മിനിറ്റ് കൂടി ചിലപ്പോൾ കൂടും. ഓക്കെ, സോ താങ്ക് യു. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് നെക്സ്റ്റ് പാർട്ട്. അപ്പൊ നമ്മള് നാഷണാലിസം എന്താന്ന് പറഞ്ഞു, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താന്ന് പറഞ്ഞു, പിന്നെ ബ്രിട്ടീഷ് കൊളോണിയൽ റൂള് എങ്ങനെയാണ് ഇവിടെ വർക്കൗട്ട് ചെയ്തതെന്ന് പറഞ്ഞു, അതിൻ്റെ ഒരു ഇമ്പാക്ട് സൊസൈറ്റിയിൽ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് പറഞ്ഞു, പിന്നെ അതിനോട് ഉയർന്നു വന്ന ഇന്റലക്ച്വൽസ്, നമ്മളെ നേതാക്കൾ എങ്ങനെ വർക്ക് ചെയ്തെന്ന് പറഞ്ഞു, പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു സാമൂഹിക സാംസ്കാരിക കാരണങ്ങൾ പറഞ്ഞു. അതിലൊന്ന് കൾച്ചറൽ ഐഡന്റിറ്റി, റിലീജിയസ് യൂണിറ്റി, സോഷ്യൽ റിഫോം മൂവ്മെന്റുകൾ, എഡ്യൂക്കേഷൻ, പ്രിന്റ്, ഹിസ്റ്റോറിക്കൽ പ്രൈഡ്, ചരിത്രബോധം, കവിതകളുടെ വരവ്, കമ്മ്യൂണിറ്റി പരസ്പരം പരിചയപ്പെടലും ഇതാക്കും, അവർ തമ്മിൽ പരസ്പരം സങ്കടം പറയല്, അതുപോലെ തന്നെ ലീഡർഷിപ്പിന്റെ വരവ്. ഇനി നമ്മൾ എക്കണോമിക് ഫാക്ടേഴ്സ്, സാമ്പത്തികം, ഇതുവരെ പറഞ്ഞത് സാമൂഹികമാണെങ്കിൽ ഇനി സാമ്പത്തികമായിട്ട് എന്തൊക്കെയാണ് കാരണങ്ങൾ നോക്കാം. ഓക്കെ, ഒന്ന്, എല്ലാ മേഖലയിലും സാമ്പത്തിക തകർച്ച, എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ വരും. എക്സ്പ്ലോയിറ്റേഷൻ ആണ് ഒരു പ്രധാനപ്പെട്ട കാരണമായത്. എക്സ്പ്ലോയിറ്റേഷൻ എന്താ എക്സ്പ്ലോയിറ്റ് ചെയ്തത്? അഗ്രികൾച്ചർ, കാർഷിക മേഖല തകർന്നു, ഇവിടുത്തെ സാമ്പത്തിക കച്ചവടം തകർന്നു, എക്കണോമിക് ആയിട്ട് ജനങ്ങൾക്ക് തൊഴിലില്ലായ്മ, പോവർട്ടി. നിങ്ങൾ അത് എഴുതിവിട്ടാൽ മതി. കാർഷിക മേഖല പൂർണ്ണമായിട്ടും തകർന്ന് തരിപ്പണമായി. അതോടുകൂടിയാണ് പോവർട്ടി ഉണ്ടാകുന്നു, ഫാമിൻ ഉണ്ടാകുന്നു, പട്ടിണിയായി മാറുന്നു. ഇവിടുന്ന് നമ്മളുടെ വലിയ കച്ചവടം, നിങ്ങൾക്കറിയാം കോഴിക്കോടൊക്കെ വലിയ വലിയ കപ്പലുകൾ വന്നിരുന്നു, അതൊക്കെ നിന്നു. എല്ലാ കച്ചവടവും ബ്രിട്ടീഷുകാരും കൊണ്ടുപോയി. അതോടുകൂടി നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യം ഉണ്ടായി, തൊഴിലില്ലായ്മ. അപ്പം ദാരിദ്ര്യം, പട്ടിണി, തൊഴിലില്ലായ്മ, കാർഷിക പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇതൊക്കെ സ്വാഭാവികമായിട്ടും ജനങ്ങളെ നമ്മൾ ബ്രിട്ടീഷുകാരനെതിരെ പോരാടണം എന്ന ഒരു ബോധം ഉണ്ടാക്കി. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാർട്ട് ഈസ് പൊളിറ്റിക്കൽ കോസസ്, രാഷ്ട്രീയ കാരണങ്ങൾ. കോസസ് എന്തൊക്കെയാണ്? സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ. 3 തരം കോസസ് ഉണ്ടാവുക: സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ. അതിൽ നമ്മൾ പറഞ്ഞത് അപ്പോൾ കോസസ് ആദ്യം തന്നെ ഓർത്ത് നോക്കണം. ഒന്നാമത്തെ കോസ് സോഷ്യൽ ആണ്, രണ്ടാമത്തെ കോസ് പൊളിറ്റിക്കൽ ആണ്, എക്കണോമിക് ആണ്, മൂന്നാമത്തെ പൊളിറ്റിക്കൽ ആണ്. The last one that is political causes. പൊളിറ്റിക്കൽ കോസിൽ ഒന്ന് ബ്രിട്ടീഷ് കൊളോണിയൽ പോളിസീസ്, ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ, ബ്രിട്ടീഷ് നയങ്ങൾ. എക്സ്പ്ലോയിറ്റേറ്റീവ് പോളിസി എന്ന് പറയും. എങ്ങനെ ഇവിടുന്ന് 10 റുപ്യ കൊണ്ടുപോകാം എന്നുള്ളത് മാത്രമായിരുന്നു ബ്രിട്ടീഷുകാരുടെ ചിന്ത. വലിയ ടാക്സ്. അപ്പോൾ പൊളിറ്റിക്കൽ എക്സ്പ്ലോയിറ്റേഷനും ഭയങ്കര ടാക്സുകളാണ് ഉണ്ടായിരുന്നത്. ഇത്
ദീസ് ഓൾ ലെഡ് ടു വൈഡ് സ്പ്രെഡ് പോവർട്ടി. വലിയ സാമ്പത്തികമായ ദാരിദ്ര്യത്തിലേക്ക് നയിച്ചു ഇവരുടെ ഒരു നയം. മറ്റൊന്ന് ഡിസ്ക്രിമിനേഷൻ ആണ്. ആളുകൾ തമ്മിൽ പരസ്പരം വ്യത്യസ്ത ഘടകങ്ങളായിട്ട് ഒരു ഐക്യപ്പെടലൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു നയം, ബ്രിട്ടീഷ് നയമാണ് ഒന്ന്. ഭയങ്കര സ്പീഡാകുന്നുണ്ടോ? ഭയങ്കര സ്പീഡാകുന്നില്ലല്ലോ. ക്യാൻ യു ഫോളോ മീ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? യെസ് ഓർ നോ, വൈ ഓർ എൻ? വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യട്ടോ. ഓക്കെ, അൻഷ ഫെബിൻ, താങ്ക് യു. സോ ഒന്നാമത്തെ പ്രശ്നം ബ്രിട്ടീഷ് കൊളോണിയൽ പോളിസി. എക്സാം ആയതുകൊണ്ട് കേട്ടോ ഫാസ്റ്റ് എടുക്കുന്നത്. ഒരു 3 ക്ലാസ് ഒക്കെ എടുത്തിട്ട് മെല്ലെ മെല്ലെ എടുക്കുന്ന സാധനമാണ്. രണ്ടാമത്തെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്. അവർ നടത്തിയ റിഫോമുകളാണ്. റിഫോമുകൾ ഇവിടെയുള്ള ജനങ്ങൾക്ക് ഇപ്പം റിഫോമിൽ ഇപ്പോൾ ഉദാഹരണത്തിലൊന്നാണ് ഇപ്പം സബ്സിഡറി അലയൻസ് സിസ്റ്റം, ഡോക്ട്രിൻ ഓഫ് ഫ്ലാറ്റ്സ് ഉദാഹരണമാണ്. ഇതിന്റെ ഉദാഹരണമാണ് ഡോക്ട്രിൻ ഓഫ് ഫ്ലാറ്റ്സ്. ഇവർ നടത്തിയിട്ടുള്ള ഒരു റിഫോമാണ് ഡോക്ട്രിൻ ഓഫ് ഫ്ലാറ്റ്സ് എന്നാണ്. ഡോക്ട്രിൻ ഓഫ് ഫ്ലാറ്റ്സ് എന്നാണെങ്കിൽ ഏതെങ്കിലും രാജാവിന് പിന്നെ അവരുടെ രാജ്യഭാരം ഏൽക്കാൻ മക്കൾ ആൺകുട്ടികളില്ലെങ്കിൽ അത് ആ രാജ്യം മുഴുവനും ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കും. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഒരു നയമായിരുന്നു. ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ. അതുപോലെ തന്നെ ചില നല്ല കാര്യങ്ങളുണ്ട്. ഇപ്പൊ സതി നിരോധിച്ചത്. ചില ആൾക്കാർക്ക് നമ്മളെ മതത്തിൽ കയറി ഇവര് കുത്താണല്ലോ, മതവികാരം വ്രണപ്പെട്ട് താഴ്ന്ന ജാതിക്കാർക്ക് സ്കൂളിൽ പോകാൻ പറ്റും, നല്ല കാര്യമാണ്. പക്ഷെ ഉയർന്ന ജാതിക്കാരെ ആൾക്കാർ പറയും ഇവര് നമ്മളെ മതത്തെ തകർക്കാൻ പോവാണ് എന്ന് വിചാരിക്കാൻ തുടങ്ങി. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാകുന്നുണ്ട്. മറ്റൊന്ന് പാർട്ടീഷൻ ഓഫ് ബംഗാളാണ്. ബംഗാൾ പാർട്ടീഷൻ ഇവരുടെ ഒരു പോളിസി ആയിരുന്നു. ബംഗാൾ പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ ബംഗാള്, വെസ്റ്റ് ബംഗാൾ, ഈസ്റ്റ് ബംഗാൾ, 2 ബംഗാളുണ്ട്. ഇതിനെ 2 പാർട്ടാക്കി തിരിക്കാൻ 1905 ബ്രിട്ടീഷുകാരെ തീരുമാനിക്കുകയാണ്. അപ്പോ ഇതിലെ ഈസ്റ്റ് ബംഗാളും വെസ്റ്റ് ബംഗാളും ഉണ്ട്. ഈ വെസ്റ്റ് ബംഗാൾ പാർട്ട് ഹിന്ദു ഏരിയയാണ്. ഈസ്റ്റ് ബംഗാൾ ഇന്നത്തെ ബംഗ്ലാദേശ് അത് മുസ്ലിം ഏരിയയാണ്. ഇത് രണ്ടും വിഭജിക്കാൻ തീരുമാനിച്ചത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. കോൺഗ്രസ് അതിനെ എതിർത്തു. അങ്ങനെ ബംഗാൾ പാർട്ടീഷനെതിരെ വലിയ സമരം നടന്നു. ഈ സമരം സ്വാഭാവികമായിട്ടും ഒരു ഐക്യപ്പെടൽ, ജനങ്ങൾക്കിടയിൽ ഒരു ഐക്യപ്പെടൽ ഉണ്ടാക്കുന്നതിലും ഒരു ഐക്യം ഉണ്ടാക്കുന്നതിൽ വലിയ ഘടകമായിരുന്നു പാർട്ടീഷൻ ഓഫ് ബംഗാൾ. പിന്നെ നേരത്തെ പറഞ്ഞ എക്സ്പ്ലോയിറ്റേഷൻ, നേരത്തെ പറഞ്ഞില്ലേ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വേൾഡ് വാർ, ഒന്നാം ലോകമഹായുദ്ധവും ഇന്ത്യയിലെ ദേശീയത വളർത്തുന്നതിൽ. കാരണം ഒന്നാം ലോകമഹായുദ്ധം കുറെ പുതിയ ധാരണകൾ ഇന്ത്യക്കാർക്ക് ഉണ്ടാക്കി കൊടുത്തു. അതിലൊന്നും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രിട്ടീഷുകാർ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത എന്തോ വലിയ ടീമാണെന്നാണ്. ആ ധാരണ കണ്ട് പൊളിഞ്ഞു. കാരണം ബ്രിട്ടീഷുകാരൻ തോറ്റു. ചില സ്ഥലങ്ങളിൽ ബ്രിട്ടീഷുകാരൻ തോൽക്കുന്നവർ കാണാണ്. ഇപ്പൊ ജപ്പാനോട് ബ്രിട്ടൻ തോൽക്കുന്നുണ്ട്. ബർമ യുദ്ധത്തിൽ ബ്രിട്ടൻ തോൽക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ഇവർ അത്ര വലിയ സംഭവമൊന്നുമല്ല. വേണമെന്ന് വിചാരിച്ചെങ്കിൽ ഈ ചെറിയ രാജ്യങ്ങൾ അവരെ തോൽപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കും അവരെ തോൽപ്പിക്കാൻ പറ്റും എന്നൊരു ധാരണ ഉണ്ടാക്കുന്നതിൽ ഒന്നാം ലോകമഹായുദ്ധം വിജയിച്ചു. മറ്റൊന്ന്, ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ സമയത്താണ് നമ്മുടെ നാട്ടില് ഒരുപാട് പുതിയ ആശയങ്ങൾ, സ്വാതന്ത്ര്യം, സമത്വം, സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള ചിന്തകളൊക്കെ ഒന്നാം ലോകമഹായുദ്ധം ഉണ്ടാക്കി തന്നു. മറ്റൊന്ന് ജാലിയൻ വാലാബാഗാണ്. 1919 ഏപ്രിൽ മാസത്തിൽ പഞ്ചാബിലെ ജാലിയൻ വാലാബാഗ് എന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂടി മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ജനങ്ങൾ മീറ്റിംഗ് കൂടുമ്പോൾ ജനറൽ ഡയർ എന്ന ആള് അവിടേക്ക് കയറുകയും പട്ടാളത്തെ കൊണ്ട് അവിടെയുള്ള ആളുകൾ മുഴുവൻ വെടി വെച്ച് കൊന്നളഞ്ഞു. ഇത് ഭയങ്കരമായിട്ട് ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. മറ്റൊന്നാണ് റിഫോം. ഇവരുണ്ടാക്കിയ റിഫോമുകൾ. ഞാൻ നേരത്തെ പറഞ്ഞ സതി നിരോധിച്ചത്. അതുപോലെ ഈവൻ ട്രെയിന് വന്ന സമയത്ത് ചില ആളുകൾ പറഞ്ഞു അത് പിശാചാണെന്ന് പറഞ്ഞു. മുസ്ലിങ്ങളുടെ ചില ആൾക്കാർ വിചാരിച്ചു അത് ദജ്ജാലാണ്. ദജ്ജാൽ അവസാന കാലത്ത് വരുന്ന ഭീകര ജീവിയാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം. ഒറ്റ കണ്ണുള്ള തീ തിന്നുന്ന വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കാൻ കഴിയുന്ന ഒരു ജീവിയാണ് ദജ്ജാൽ എന്നാണ് വിശ്വാസം. അപ്പൊ നോക്കുമ്പോ തീയാണ് തിന്നുന്നത്, കൽക്കരിയാണല്ലോ. അപ്പം ഈ ദജ്ജാൽ ഉണ്ടെന്നാരാ? ദജ്ജാലിനുണ്ടെന്ന് ബ്രിട്ടീഷുകാരാണ്.
അപ്പൊ ബ്രിട്ടീഷുകാരാണ്, ദജ്ജാലിന്റെ ആളാണ്, അപ്പൊ എന്ത് ചെയ്യണം, പോലെ നമുക്ക് പറ്റില്ല. അങ്ങനെ രസമായിട്ടത്, ഇതൊക്കെ സീരിയസ്ലി ചിന്തിച്ച സാധനങ്ങളാട്ടോ. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഒരു ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ഉണ്ടാവുകയും ഈ ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ആസ്ക് ഡൗട്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കാം. Any doubt? Any clarification? Anything you can ask. You can ask. എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലെങ്കിൽ എൻ അടിച്ചോ, നോ. താങ്ക് യു പറയാനാണെങ്കിൽ ടി നടിച്ചോ. ഓക്കെ ആണ്. ഗുഡ്. ഓക്കെ, ടി അടിച്ച് മുങ്ങിക്കോ. അപ്പൊ ശരി, താങ്ക് യു.